സത്യത്തില് ഞാന് ഷാഹിനാക്ക് ഇപ്പോഴും പറഞ്ഞ അന്ന് കണ്ടപ്പോ ഷാഹിനാക്ക് ഒരു കുറവായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോ എന്റെ കണ്ണോട് നോക്കണതായിരിക്കും. എന്റെ കണ്ണിലൊരു കുറവ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ കണ്ണില് ഒരു കുറവ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴുള്ള കുറവുകൾക്ക് അതിൽ പ്രസക്തി ഉള്ളൂ. എന്നെ പറയും ഞാൻ പറയും ഇതിപ്പോ എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ ചുമ്മാ കളിയാക്കി പറയട്ടെ. പക്ഷെ നിനക്ക് എന്ത് കുറവാണ്. അല്ല, ഇതിപ്പോ എന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. നിയാസ് സംസാരിക്കുമ്പോ എനിക്കത് മനസ്സിലാവുന്നുണ്ട് നിയാസിന്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത്. പൊളിയാണ് കേട്ടാ. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഒരു പ്രതിസന്ധി ഇല്ല. നമുക്ക് ശരിക്കും റിയൽ പ്രണയം തോന്നുന്ന ഒരു അവസ്ഥക്ക് പല സ്ഥലത്തും സ്വർണത്തിനും സ്ത്രീധനത്തിനൊക്കെ വേണ്ടിയിട്ട് കൊലപാതകങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സംഭവമാണ്. പക്ഷെ നമ്മൾ സ്നേഹിച്ചൊരു പെൺകുട്ടിനെ ആ ജീവിതകാലം മുഴുവൻ കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാം. അതിൽ സൗന്ദര്യത്തിന് വലിയ പ്രസക്തി ഇല്ല, മനസ്സിനാണ് പ്രസക്തി അല്ലെ. ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ സുഹൃത്താണ്. ആ സുഹൃത്തിനെ ഷെയർ ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് പോകണതിന് അപ്പുറം വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നന്നായിട്ട് സംസാരിക്കുന്നുണ്ടോ? അപ്പൊ ടെക്സ്റ്റിംഗ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. എങ്ങനെയാണ് ഷാഹിന കൺവിൻസ്ഡ് ആയത്? ഈ രീതിയിലുള്ള ഒരു ആളാണ്, ഇല്ലെങ്കിൽ വർത്താനം പറയാൻ ശരിക്കും അറിയാവുന്ന ആളാണെന്ന് ആദ്യമേ അറിയായിരുന്നു. അത്യാവശ്യം നന്നായി സംസാരിക്കുമായിരുന്നു അന്ന്. ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്തിട്ടൊക്കെ ആൾക്ക് നേരിട്ട് ഫോണിൽ കൂടെ സംസാരിക്കണം പറഞ്ഞ നമ്പർ വെച്ച് ഞാൻ ആദ്യമൊന്നും കൊടുത്തില്ല. പിന്നീട് കൊടുത്താണ് നമ്മൾ കുറേ നേരം സംസാരിച്ചിട്ട് എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്താണ് ഒടുവില് നമുക്കിങ്ങനെ. ദീർഘ സംഭാഷണങ്ങൾ എപ്പോഴും പ്രണയത്തിന്റെ ഒരു രസകരമായ ഒരു അനുഭവമാണ്. അപ്പൊ പരസ്പരം ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഷാഹിനയ്ക്ക് ചോദിക്കാനൊക്കെ കഴിഞ്ഞു. പക്ഷെ എനിക്ക് കാണുമ്പോൾ നിയാസിനെ കണ്ടപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ നന്നായിട്ട് വർത്താനം പറയുന്നത്. ശരിക്കും ഇൻട്രോവേർട്ട് ആണോ അതേ വർത്താനം പറയുന്ന ഒരാളാണോ? അത്യാവശ്യം ഇറങ്ങിയ താഴെക്കടയിൽ തന്നെ നമ്മള് രാഷ്ട്രീയ ഇതില് ഫേസില് എല്ലാ മേഖലയും എത്തുന്ന ഒരാളാണ്. അപ്പൊ ആ രീതിയിൽ എല്ലാരായിട്ടും ഇന്ററാക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് ആള്. ഇനിയിപ്പോ ഫോട്ടോഷൂട്ടിന് ഉൾപ്പെടുത്താൻ ഒരാളായില്ലേ? അടുത്ത പ്ലാൻ ചെയ്തോ എന്തെങ്കിലും? അല്ല, ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന്റെ ശേഷം ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഷാഹിനായിട്ട് സംസാരിക്കും, അതില് ഒന്നില് കല്യാണം കഴിയട്ടെ, അല്ലെങ്കിൽ നമുക്ക് അത്ര ഇതായിട്ട് കുറെ ഇന്റർവ്യൂസ് ഒക്കെ നമുക്ക് വന്നിരുന്നു. അപ്പൊ നമ്മളെല്ലാം ഇനി കല്യാണത്തിന് ശേഷം ഒരുമിച്ചായിക്കോട്ടെ. എന്റെ കല്യാണത്തിന് ശേഷം ഇന്റർവ്യൂ കൊടുത്തു തുടങ്ങി. ഫസ്റ്റ് ഇന്റർവ്യൂ. ഓ, ഇത് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആണ്. അത് പൊളിച്ചു കേട്ടോ ഷാഹിന. അപ്പൊ ഇനി എന്നാ അടുത്ത എക്സ്ക്ലൂസീവ് ഫോട്ടോഷൂട്ട് ഈ നിയാസിനെ കൊണ്ട് ഉൾപ്പെടുത്തിയിട്ട്? ഫോട്ടോഷൂട്ട് തൽക്കാലത്തേക്ക് ഇപ്പൊ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്നാലും ഒരു പോസ്റ്റ് വെഡിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് തിരക്കിലാണ് നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ. അപ്പൊ ഒരു മാസത്തേക്ക് ലീവ് എടുത്തേക്കാണ്. അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ട്. എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കൊടുക്കുമെന്നുള്ള ഞങ്ങൾക്കറിയാം. ശരിക്കും നിയാസ് എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഷാഹിനെ അറിയാതെ. അതെ, എനിക്കറിയാം. അല്ലെ നിയാസ്? ഞങ്ങള് പോവാൻ ഉദ്ദേശിക്കുന്ന മണാലിയാണ്. അപ്പൊ അതാണ് ഒരു ഡ്രീം പ്ലേസ് ആയിട്ട്. അപ്പൊ അത്